ഹലോ പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കുറേ ദിവസത്തിന് ശേഷമാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. ഇത്രയും ദിവസം എന്തൊക്കെയോ തിരക്കൊക്കെ ആയിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടേ ഉണ്ടായിരുന്നില്ല. കാരണം ഒരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റേതായ രീതിയിൽ ചെയ്യണമല്ലോ. അപ്പോൾ അതിന് നല്ല സമയമൊക്കെ എടുത്തിട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു വീഡിയോ ചെയ്യാമെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മൾ വലിയ വിഷയമൊന്നും എടുത്തിട്ടൊന്നും വന്നിട്ടില്ല. നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെയൊക്കെ ഇടയിലുള്ളവരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. മനുഷ്യന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സിറ്റുവേഷൻസിൽ നിന്നും വരുന്നവരാണല്ലേ. അതായത് പല പല സാഹചര്യത്തിൽ നിന്നും വരുന്ന മനുഷ്യന്മാരല്ലേ. അപ്പോൾ നമ്മളെല്ലാവരെയും നമ്മളൊന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, എല്ലാവരും എന്തൊക്കെയോ ചിന്തിക്കുന്നവരാണ്. അതായത് ഒന്നുകിൽ അവർ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ചിന്തിച്ച് ഇങ്ങനെ നടക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവർ വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഓർത്ത് ചിന്തിച്ച് വല്ലാണ്ട് വിഷമിച്ച് നടക്കുന്നവരായിരിക്കും അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അധികം ആൾക്കാരെയും അവർ നമ്മോട് പറയുന്നതായാലും അതൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ എന്താണ്, ഇന്നിൽ ജീവിക്കാൻ വേണ്ടി അവരാരും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അതായത് നമ്മൾ ഇന്നിലാണ് ജീവിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇന്നിൽ ജീവിച്ചാൽ മാത്രമേ നമുക്ക് കൂടുതൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. കാരണം നാളെ എന്താവും എന്ന് വിചാരിച്ച് നമ്മൾ ഇന്നേ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരിക്കലും നല്ലതായിട്ട് വരണമെന്നില്ല, നമുക്ക് അത് മോശമാവാനും സാധ്യതയില്ല അല്ലേ. എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ വിഷമിച്ച് നടക്കുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കഴിഞ്ഞതൊന്നും ആലോചിച്ച് വിഷമിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വരാനിരിക്കുന്നതും കൂടുതൽ ആലോചിക്കാതിരിക്കുക. ഇന്നെന്താണ് നടക്കുന്നത്, ഇന്നിൽ നമ്മൾ കഴിയുന്നതും സന്തോഷിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, നമ്മൾ കുട്ടികളെ കാണുന്നില്ലേ, നമ്മളെ കുട്ടികളായാലും വേറെ ഏത് കുട്ടികളായാലും അവർ നല്ല സന്തോഷത്തോടു കൂടിയാണ് നടക്കുന്നത് അല്ലേ. നല്ല ഹാപ്പി ആയിട്ടായിരിക്കും കുട്ടികൾ നടക്കുന്നത്. കാരണം അവർക്ക് വേറെ ഒന്നും തന്നെ ചിന്തിക്കാനില്ല. അവർക്ക് ഓർമ്മകളൊന്നും അങ്ങനെ ഒരുപാട് ഓർമ്മകളൊന്നും ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടന്ന് വിഷമിക്കാനൊന്നുള്ള വിഷയങ്ങളില്ല. കാരണം അവരത് കൂടുതൽ ചിന്തിക്കുന്നില്ല. കുട്ടികൾക്ക് അങ്ങനെയൊന്നും കൂടുതൽ ചിന്തിക്കാനില്ല. അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരുടെ അച്ഛനമ്മയായാലും ചെയ്തു കൊടുക്കുന്നതും പഠിക്കുന്ന കാര്യങ്ങളിൽ കുറച്ച് വിഷമമൊക്കെ ഉണ്ടാവും, അത് മാത്രമേ അവർക്ക് ചിന്തിക്കാനുള്ളൂ. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും അവരെ അലട്ടുന്നില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ കുട്ടികൾക്കില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, കുട്ടികൾ നല്ല ഹാപ്പി ആയിരിക്കും. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് ഹാപ്പി ആയിട്ട് കാണുന്നത് കുറച്ച് മാനസികമായിട്ട് പ്രശ്നമുള്ള ആൾക്കാരായിരിക്കും. അതായത് മാനസിക വിഷമമുള്ള ആൾക്കാരെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഫുൾ ഹാപ്പി ആയിരിക്കും. അവർ ചിരിച്ച് അവർക്കൊന്നും ഈ പറഞ്ഞതുപോലെ അവർക്കൊന്നും ചിന്തിക്കാനില്ല, ഒന്നും അറിയേയില്ല. അതുകൊണ്ട് അവരും ഇങ്ങനെ ഹാപ്പി ആയിട്ട് നടക്കും. നമ്മൾ നാരായണത്ത് ഭ്രാന്തൻ്റെ കഥയൊക്കെ കേട്ടിട്ടില്ലേ. ഒരുപാട് എന്താണ്, വലിയൊരു കല്ലുരുട്ടി ഒരു വലിയ മലേൻ്റെ മേലെ കൊണ്ടുപോയി അവിടെ നിന്ന് എന്ത് ചെയ്യും, അയാൾ അത്ര വരെ അയാൾ കഠിനാധ്വാനം ചെയ്ത് എന്താണ് ആ മലയുടെ മുകളിൽ എത്തുന്നത് വരെ ആ കല്ലൂന്തി അവിടെ കൊണ്ടുപോയിട്ട് താഴേക്ക് ഇട്ട് പൊട്ടിച്ചിരിക്കും അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്ത് വലിയ നഷ്ടമാണത്. കാരണം ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് മേലൊരു സംഭവം എത്തിച്ച് അവസാനം ഒന്നും ഇല്ലാണ്ടായി പോകുന്നത്. ആ സമയത്ത് പോലും ആ മനുഷ്യന് ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് അയാളെ ഭ്രാന്തൻ എന്ന് വിളിക്കുന്നത് അല്ലേ. അയാളാണ് ശരിക്കുമുള്ള മനുഷ്യൻ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം നമ്മളൊക്കെ എന്താണ്, ചെറിയൊരു നഷ്ടത്തിൽ പോലും വല്ലാണ്ട് വിഷമിക്കും നമ്മളൊക്കെ അല്ലേ. ചെറിയൊരു നഷ്ടം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും. നമ്മൾ ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. കാരണം ഇത്രയും വലിയൊരു വിഷമം ഉണ്ടായിട്ട് പോലും എന്താണ്, അതൊക്കെ നിസ്സാരവൽക്കരിച്ച് ചിരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയിച്ചു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ നിമിഷത്തിൽ ജീവിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ശ്രമിക്കുക. കാരണം പിന്നെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ലോകത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലം എന്ന് പറയുന്നത് ശ്മശാനമാണ് എന്നാണ് പൊതുവേ പറയപ്പെടുന്നത്. പല ബുക്കുകളും വായിച്ചിട്ടുണ്ട്. അതായത് ലോകത്തിലെ ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്നത് ശ്മശാനമാണ് പോലും. അതെന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ആൾക്കാർ എന്താണ് ഉറങ്ങുന്ന സ്ഥലമാണ്. അത് മണ്ണിൽ മരിച്ചു പോയിട്ട് മണ്ണിൽ ഉറങ്ങുന്ന സ്ഥലമാണ്. അവിടെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്വപ്നങ്ങളുടെ നഷ്ടം സംഭവിച്ചവർ. അതുപോലെ തന്നെ ഒരുപാട് കവിതയും കഥയും ഒക്കെ എഴുതി വെച്ച് അതൊന്നും പുറത്തേക്ക് വിടാൻ പറ്റാത്തവർ. അതുപോലെ തന്നെ ഒരുപാട് സ്നേഹം പലർക്കും കൊടുക്കാൻ പറ്റാത്തവർ. അങ്ങനെ ഒരുപാട് നഷ്ടങ്ങളുടെയും മോഹഭംഗങ്ങളുടെയും ഒക്കെ ഒരു കൂമ്പാരമാണ് നമുക്ക് ആ ശ്മശാനത്തിൽ കാണാൻ പറ്റും അല്ലേ. അവിടെയുള്ള ഓരോ മനുഷ്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ച് അവിടെ കിടക്കുന്നവരാണ്. അപ്പോൾ ഏറ്റവും മനോഹരമായ സ്ഥലം ശ്മശാനം തന്നെയാണല്ലോ. കാരണം കലകളുടെയും കവിതകളുടെയും സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ പല സംഭവങ്ങളുടെയും ഒരു കൂമ്പാരം തന്നെയാണ് ആ ശ്മശാനം എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അവിടെയാണ് ഏറ്റവും മനോഹരം എന്ന് നമുക്ക് പറയേണ്ടി വരും അല്ലേ. പിന്നെ എന്താ, അതായത് നടക്കാതെ പോയ പല സ്വപ്നങ്ങളും എല്ലാം അവിടെ ഉണ്ടാകുമ്പോൾ അതൊരു മനോഹരമായ സ്ഥലമാണ് എന്നാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ
പിന്നെ എന്താണ് പറയുന്നത് വെച്ചാൽ ഏത് രോഗാവസ്ഥയിലും നമ്മൾ എന്താണ് ആത്മവിശ്വാസം കൈവിടാതെ നമ്മൾ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഏത് രോഗാവസ്ഥയിലും നമുക്കത് പറ്റുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊരു വിഷമം വരുന്ന രീതിയിലൊന്നും ചെയ്യാതെ നമ്മൾ എന്താണ് വേറൊരാൾക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടെങ്കിൽ കൂടി അയാളെയും കൂടി നമ്മൾ നല്ല ആത്മവിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് എന്താണ് നല്ലൊരു ആത്മബോധം കൊടുത്ത് നമ്മളെന്താ അവരെ ജീവിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ് വേണ്ടത്. അല്ലാതെ അവരെ ചവിട്ടി താഴ്ത്തുമല്ല വേണ്ടത്. നല്ല ആത്മവിശ്വാസം കൊടുത്ത് അവരെ ആ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരിക. നമുക്ക് നമ്മുടെ അവസ്ഥയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അവസ്ഥയിൽ അവരെ ആശ്വസിപ്പിക്കുക. പോട്ടെ, സാരമില്ല, നിങ്ങൾക്ക് എന്താണ് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെയാകുമ്പോൾ അവർക്കത് എത്രമാത്രം സന്തോഷം ഉണ്ടാക്കുന്നറിയോ, പോട്ടെ സാരമില്ല എന്നുള്ളൊരു വാക്ക്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചിട്ടാണ് ഓരോ ദിവസവും നമ്മൾ പ്രതീക്ഷയിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ് താൻ ബാധി ദൈവം ബാധി എന്ന് പറയുന്നത് പോലെ നമ്മളെല്ലാവരും ചെയ്യുക, നല്ലോണം പ്രയത്നിക്കുക, പകുതി നമുക്ക് ദൈവം തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒരു ഉപയോഗപ്രദമായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ചങ്കുകളെ, ഇതുവരെ തന്ന സപ്പോർട്ട് എല്ലാവരും ഇനിയും തരുക. നല്ല വീഡിയോസുമായിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റാ.